വാർത്തകളിലേക്ക് പോകാം. സ്വിഗ്ഗി ജീവനക്കാർ സമരത്തിൽ. തിരുവനന്തപുരം പാളയത്ത് സമരത്തിൽ പങ്കെടുക്കാതെ ജോലിക്ക് കയറിയ ഒരു വിഭാഗം ജീവനക്കാരെ തടഞ്ഞു. ഇത് തർക്കത്തിനിടയാക്കി. ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തരുമോ? ശമ്പളം തരുമോ? എത്ര ദിവസം വിട്? എത്ര മാസം ദിവസം വിട്? ആ കണക്ക് 6 വർഷമായിട്ട് ഓടുന്ന ഒരു വിഷയമാണല്ലോ. പൈസ കിട്ടുന്നതാണല്ലോ. എത്ര മണിക്കൂർ വർക്ക് ചെയ്യും? എത്ര മണിക്കൂർ ഞാൻ വർക്ക് ചെയ്യും? 15-16 മണിക്കൂർ. പൈസ വേണോ നീ ഓട്. പൈസ വേണോ നീ ഓട്. 17 മണിക്കൂർ ഓടുമ്പോഴാണ് കിട്ടുന്നത്. എത്ര രൂപ നിനക്ക്? 10,900 എനിക്ക് കിട്ടും. ഞാൻ 10-13 മണിക്കൂർ എനിക്ക് 500 കിട്ടും. അത് ഓടണം. അല്ലാതെ ചുമ്മാ ഇരുന്നാ നിനക്ക് തരത്തില്ല. അതുകൊണ്ട് നീ ചുമ്മാ സംസാരിക്കല്ലേ. ആൾക്കാർക്ക് സീനല്ല. ഞങ്ങൾ ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഈ സമരത്തിന് ഞങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത്? ഇന്നത്തെ ഒരു ദിവസത്തിൽ ഇവിടെ വളരെയധികം തൊഴിലാളികൾ വരേണ്ടതാണ്. എന്തുകൊണ്ട് ആരും വരുന്നില്ല? 1-2 ഒറ്റപ്പെട്ട ഇത് സമയം മാത്രമേ ഉള്ളൂ. ഇവിടെ അവർ വരട്ടെ, എല്ലാവരും വരട്ടെ. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കമ്പനിയുടെ കൈക്കൂലി മാറ്റാൻ കേട്ടാ ഓടാൻ പറ്റൂല. നിനക്ക് കൂടി വേണ്ടിയിട്ടാണ് സംസാരിക്കണം. മനസ്സിലായ? നിനക്ക് കൂടി വേണ്ടിയിട്ടാണ്. നിനക്ക് കൂടി ഞങ്ങൾ ഇത്രയും പേര് ജോലി കളഞ്ഞിട്ട് സമരം ചെയ്യണത്. എന്താ ജോലി കളഞ്ഞിട്ട് സമരം? ഞങ്ങൾ ജോലി കളഞ്ഞിട്ട് സമരം ഞങ്ങൾ ജോലി സമരം ഞാൻ പോണു. ഞങ്ങൾ എടുത്ത് ഇത്രയും പേര് സമരം ചെയ്യുന്ന എന്തിനാണ്? ഞാൻ സുഖിയോണ കാണണോ? നിനക്ക് കാണണോ? ഞാൻ സുഖിയോണാണെന്ന് നിനക്ക് കാണണോ? നിനക്ക് കാണണോ? ഞാൻ സുഖിയോണ എന്തുവാണ്? പിന്നെ ഇന്നലെ എവിടെ ഓടി? ഇന്നലെ ഓടി കാണിച്ചു തരാം. അതാണ് ഇല്ല ഓർഡർ കാണിച്ചിരുന്നില്ല. ഞാൻ പറയുന്നത് നിനക്ക് മാത്രം കൊമ്പ്. ഒരു പ്രശ്നം ഉണ്ടാകും. എനിക്ക് ജോലി ചെയ്യാൻ സമരം ചെയ്യാം. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ഒരു സമരമാകുമ്പോൾ നമ്മൾ ആരുണ്ട് ആരും കണ്ടില്ലല്ലോ. വി അരുൺ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ. അരുൺ, എന്താണ് പ്രശ്നം? അശ്വതി, സ്വിഗ്ഗി ജീവനക്കാരെന്ന് പണിമുടക്കുകയാണ്. ഇത് ഒരു സംസ്ഥാന വ്യാപകമായ പണിമുടക്കാണ്. ഇത് സംസ്ഥാനം മുഴുവൻ പണിമുടക്കുകയാണ്. എന്താണിത്? സംസ്ഥാനത്ത് മിക്ക സ്ഥലങ്ങളിൽ മുഴുക്ക സംസ്ഥാനം മുഴുക്ക പണിമുടക്ക്. നോട്ട് ഓൺലി ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എല്ലാ സംസ്ഥാനങ്ങളിലും, കോഴിക്കോട്, എല്ലായിടത്തും സമരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 6 വർഷം മുമ്പ് ഈ കമ്പനി തുടങ്ങിയ സമയത്ത് ഒരു ഓർഡറിന് 5 കിലോമീറ്ററിന് 25 രൂപയാണ് സാലറി. ആ 25 രൂപയാണ് 6 വർഷം കഴിഞ്ഞിട്ടും ഇവര് തരുന്നത്. ഒരു ഓർഡറിന് 25 രൂപ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 10 കിലോമീറ്ററിന് 25 രൂപ. ഏത് മനുഷ്യനൂടെ ജോലിയെ കഴിയും? ഒരു തരത്തിലും ജീവിക്കാൻ കമ്പനി. ഞങ്ങളുടെ രക്തം കാർന്ന് കുടിച്ചുകൊണ്ട് ഞങ്ങളെ കുടുംബങ്ങളെ എല്ലാം ആത്മഹത്യയിലേക്ക് അനിശ്ചിതകാല സമരമാണോ ഇത്? അനിശ്ചിതകാലം. ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ പണിമുടക്കാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ പണിമുടക്കാണ്. എത്ര ജീവനക്കാരുണ്ട് ജില്ലയിൽ മാത്രം? ജില്ലയിൽ മാത്രം എത്ര? 4260 പേരുണ്ട്. ഇവിടെ പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണോ? അല്ല, ഇത് കമ്പനിയുടെ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് കമ്പനിയുടെ എഫ്എംമാര് പൈസ കൊടുത്തുകൊണ്ട് കുറെ പയ്യന്മാരെ ഇതിനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി വിടുന്നതാണ്. സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന സമരത്തെ വയലന്റ് ആക്കാൻ അവർ പറയുന്ന അവർ ജോലി ചെയ്യാൻ തയ്യാറാണ്. അതാണ് പൈസ മതിയാവും. കാരണം കമ്പനി അവൻ പൈസ കൊടുക്കല്ലേ. അവന് പൈസ കൊടുക്കല്ലേ. നിങ്ങൾ ജോലി ചെയ്യാൻ വന്നതാണോ? നമ്മൾ ജോലി ചെയ്യാൻ വന്നതാണ്. നമ്മൾ രാവിലെ വന്നാൽ നമ്മളെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവരെ കൊണ്ട്. രാവിലെ ഞാനാണ് ഈ ഫ്ലെക്സ് കയറിയത്. ഇപ്പൊ ഞാൻ രാവിലെ കയറി കിടന്ന ഫ്ലെക്സ് ഞാൻ 8 മണിക്കാണ് രാവിലെ വന്നത്. നിങ്ങൾക്ക് ഈ പൈസ മതിയെന്നുണ്ടോ? ഒരു കറപ്ഷൻ ഉണ്ട്. പുള്ളി ഫ്ലെക്സ് കീറിയെന്നല്ല, പുള്ളിയാണ് നമ്മുടെ പറഞ്ഞത് ഞാനാണ് ഫ്ലെക്സ് കീറിയത്. മുട കാണിക്കുന്നില്ല. ആരാണ് ഫ്ലെക്സ് കീറിയെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഞാനാണ് ഫ്ലെക്സ് കീറിയുന്നത്. സ്വന്തമായിട്ട് അവകാശവാദം ഉന്നയിച്ച് വന്നു. നമ്മൾ എന്ത് ചെയ്യണം? അതായത് ജോലി പണിമുടക്കുന്നവരും അത് ജോലിക്ക് കയറണമെന്ന നിലപാടുള്ളവർ തമ്മിലാണ് തർക്കം. വലിയ
ചൂഷണം ഈ മേഖലയിൽ നടക്കുന്നുവെന്ന പരാതിയാണ് സ്വിഗ്ഗി തൊഴിലാളികൾക്ക്. അതുകൊണ്ടാണ് അവർ ഒരു അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകുന്നത്. 4000 തൊഴിലാളികൾ തിരുവനന്തപുരത്ത് മാത്രമുണ്ട്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സമരക്കാരുമായും അതുപോലെ തന്നെ ഈ സമരത്തെ എതിർക്കുന്നവരുമായും ചർച്ച നടത്തുകയാണ്. കന്റോൺമെന്റ് പോലീസാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ അവർ നോട്ടീസ് നൽകിയുള്ളൊരു സമരമാണ്. CITUവും INTUCയും സംയുക്തമായി സമരത്തിന്റെ ഭാഗമാവുകയാണ്. രണ്ടുപേരും ഇന്ന് ഇവരുടെ പ്രകടനത്തിലേക്ക് സമരത്തിന് നേതൃത്വം നൽകുന്നത് CITUവിന്റെ പ്രധാന നേതാവായ ജയൻ ബാബുവും അതുപോലെ തന്നെ INTUCയുടെ പ്രതാപനുമൊക്കെ. അങ്ങനെ സമരത്തിൽ സംയുക്തമായി INTUC CITU സമരമാണ്. ഈ തൊഴിലാളികൾക്ക് പിന്തുണയുമായി. പക്ഷേ ജോലിക്ക് തയ്യാറെടുത്ത് വന്ന ആളുകളും ഇവിടെയുണ്ട്. 2018 സ്വിഗ്ഗി ആരംഭിച്ചത്. അതുകൊണ്ട് ഇതുവരെ 5 കിലോമീറ്ററിന് 5 രൂപയാണ് നിരക്ക്. 5 കിലോമീറ്റർ 25 രൂപ. അതായത് ഇപ്പോൾ അത് 10 രൂപയും 15 രൂപ വെട്ടിക്കുറച്ച് ഒരു തൊഴിലാളിക്ക് 18-19 മണിക്കൂർ നിർബന്ധിതമായി ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്ന പരാതിയാണ് ഇവർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. കോഴിക്കോടും ഒക്കെ ഇന്ന് സമരമുണ്ട്. ക്രിസ്മസിന് മുമ്പ് പത്തനംതിട്ട, കൊല്ലം, തൃശൂർ എന്നിവിടങ്ങളിലും സമരം തുടങ്ങാനാണ് ഇവരുടെ തീരുമാനം. അതുകൊണ്ട് സൊമാറ്റോ തൊഴിലാളികളും 24 മണിക്കൂർ ഒരു ദിവസം അത് ഈ സമരത്തിന് പിന്തുണയുമായി മറ്റൊരു ഭക്ഷണ വിതരണ ഏജൻസിയായ സൊമാറ്റോയും സമര രംഗത്താണ്. ശരി അരുൺ, എന്തായാലും സ്വിഗ്ഗി ജീവനക്കാർ സമരത്തിലാണ്. തിരുവനന്തപുരത്ത് ഒരു വിഭാഗം ജോലിക്ക് കയറിയതിനെ അവരെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് നമ്മൾ അവിടെ കണ്ടത്. ഇപ്പോൾ പോലീസ് എത്തി അവിടെ കാര്യങ്ങൾ സമാധാനപരമായി മുന്നോട്ട് പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 10 മണിക്ക് കൂടുതൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. മറ്റു വാർത്തകളിലേക്ക്